എടാ മോനെ അങ്ങനെ വീണ് കിട്ടിയ ഗ്യാപ്പിൽ കിച്ചനും മുച്ചൂനും തൂക്കി ആവേശത്തിന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പോണ വഴിക്കാൻ ശ്രദ്ധിച്ച് വണ്ടി റിസർവ് ആയിട്ടുണ്ട്. പെട്രോൾ റീഫിൽ ചെയ്തിട്ട് നമുക്ക് പോകുന്നതായിരുന്നു. അങ്ങനെ പെട്രോൾ എല്ലാം റീഫിൽ ചെയ്ത് നമ്മൾ നേരെ വിട്ടത് ആവിഷ്കാർ സിനിമാസിലേക്കാണ്. ആവിഷ്കാർ സിനിമാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റം എല്ലാം അടിപൊളിയാണ്. ഇതിനു മുമ്പ് ഞാൻ 2 ഫിലിമിന് ഞാൻ ഇവിടെ ആവിഷ്കാറിൽ വന്നിട്ടുണ്ട്. നല്ല ഒപ്പീനിയൻ തന്നെ. മുച്ചു ആണെങ്കിൽ കുറെ ദിവസമായി പറയുന്നു ആവേശം കാണാൻ പോകണമെന്ന്. അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്ന കാശ്. ഞങ്ങൾ തലേദിവസം ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇങ്ങനെ ബുക്കിംഗ് കൂടി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തലേദിവസം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റീരിയേഴ്സ് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയേഴ്സ് ആണ്. ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫിലിമായിരുന്നു. അടിപൊളി ഫിലിമായിരുന്നു. ഹിപ്സ്റ്റർ മച്ചാൻ വേറെ ലെവൽ ആക്ടിംഗ് ആയിരുന്നു. മറ്റു രണ്ടുപേരും ഒട്ടും മോശമല്ല. പാഫനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, വേറെ ലെവൽ ആക്ടിംഗ് ആയിരുന്നു അദ്ദേഹം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഇന്റർവെൽ സമയത്ത് അവിടെ പോപ്കോൺ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ക്യൂട്ട് കുട്ടി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു എന്ന് പറയാൻ. ഈ ഫിലിം ആരും തന്നെ മിസ് ചെയ്യരുത് കേട്ടോ. അത്രയും അടിപൊളി ഫിലിമാണ്. മസ്റ്റ് വാച്ച്.